എൻ്റെ സ്റ്റേഷനിൽ ഒരു പെണ്ണ് ഒളിച്ചോടി, നല്ല രസമുണ്ട്, ഒരു നല്ല കുട്ടി. അവളോട് ചോദിച്ചു, ഭർത്താവ് ക്രൂരനാണോ? നല്ലോനാണ്. അമ്മായി അച്ഛൻ ക്രൂര, ഉയൻ്റെ അടച്ചോനെന്നത് ദൈവമാണ്. അമ്മ ഇങ്ങനത്തെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിക്കില്ല. പിന്നെ ഇനി എന്തിനാ പഹയ ഒളിച്ചോടിയ പെണ്ണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ കേൾക്കണം, ഞാൻ നല്ലോണം പാട്ട് പാടും, ഞാൻ ടിക്ടോക്കെല്ലാം ചെയ്യും നല്ലോണം. ഞാൻ രാവിലെ ടിക്ടോക്കെല്ലാം കട്ടപ്പെട്ട് ചെയ്തിട്ട് ഭർത്താവിന് കാണിച്ചു കൊടുത്ത ഓൻ പറയാം, എന്ന് പറയാം എന്നോട്. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല. അത് തന്നെയാണ് ഞാൻ ഒളിച്ചോടിയത്. ഞാൻ ചിഞ്ഞി ഇങ്ങനെ എറണാകുളത്തുള്ള ഓൻ്റെ കൂടെ എത്തിയത്, അതെൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ട് അതിൽ ടിക്ടോക്ക് ഇങ്ങനെ ഇടണം. അങ്ങനെ ആകുമ്പോൾ കുറേ ആൾ ഇത് കാണും പോലും. അങ്ങനെ അവള് ടിക്ടോക്ക് ഇട്ടപ്പോൾ എറണാകുളത്തുള്ള ആടിയും ഇവിടെ എല്ലാം കുറേ പിള്ളമാർ പറഞ്ഞു, എന്തൊരു സൂപ്പറാണ് ടിക്ടോക്ക്, നീയാണ് നീ എന്നൊക്കെ പറഞ്ഞപ്പോൾ വെളിങ്ങനെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഇതിൽ കേൾക്കുന്ന എന്താ, നീ പ്രതിഭയാണ്, നീ ഇവിടെ നിൽക്കേണ്ടവളല്ല പറക്കേണ്ടവളാണെന്നെല്ലാം പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പൊന്തി വന്ന്. അതിൽ എറണാകുളത്തുള്ളൊരു ചെക്കമ്പളോട് ഇവളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചപ്പോൾ ഈ പെണ്ണ് അതിനനുസരിച്ച് ഒരാഴ്ച കൊണ്ട് ഓൻ്റെ കൂടി വിളിച്ചൊടിപ്പോയി കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഓന് തോന്നി അന്തം വിട്ടവളാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. പോലീസ് സ്റ്റേഷനിൽ അന്ന് 3 ഒളിച്ചോട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആസാദ് സി, ഇപ്പം പാനൂരുള്ള സി, സകല പോലീസുകാരോടും പറഞ്ഞു എല്ലാവരും വരി ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും വിളിച്ച് നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് CI സാർ നാട്ടുകാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത്. CI സാർ പറഞ്ഞ്, ഭാര്യാറ്റം പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അന്നേരം തമ്പ് കൊടുത്തോളണം, വണ്ടർഫുൾ. ഭാര്യാറ്റം എന്തെങ്കിലും ടിക്ടോക്കാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹായ് വണ്ടർഫുൾ എന്നങ്ങ് പറഞ്ഞോണം, ഇല്ലെങ്കിൽ അന്തം വിട്ടവള് പോയ പോലെ എറണാകുളംകാരൻ്റെ കൂടി പോകും. അതിനുശേഷം എനിക്ക് പേടിയാണ്.